السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين أجمعين. أما بعد. മഹാനായ സാഹിബ് യാസീൻ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഷഹാദത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പരിശുദ്ധമായ യാസീനിൽ ഒരു വലിയ ചരിത്ര സംഭവത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം, ഒരു വലിയ ചരിത്ര സംഭവം പറഞ്ഞതിൽ ഒരു വലിയ നാടിനെ പറ്റി, ആ നാട്ടിലെ ജനങ്ങളെ പറ്റി, ആ നാട്ടിലെ നേതൃത്വമാകുന്ന രാജാവിന്റെ സ്വഭാവങ്ങളും പരിചാരകരുടെ സ്വഭാവങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. പ്രവാചകന്മാരോടുള്ള സമീപനം നമ്മൾ പങ്കുവെച്ചു, അവരുടെ പെരുമാറ്റ ശൈലി നമ്മൾ പങ്കുവെച്ചു. ആ നാട്ടിൽ ഒരേ ഒരു വ്യക്തി, വിശ്വസിച്ച ഒരേ ഒരു വ്യക്തി ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ അവസാനമായി തന്റെ വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ ഇന്നി ആമന്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞ സമയം, നിശ്ചയമായും ഇവരാര് വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ നിങ്ങൾ കൊണ്ടുവന്ന മതത്തെ വിശ്വസിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സമയം, ഫസ്മഊ ഫസ്മഊ, അപ്പോഴും അദ്ദേഹം പറയുന്നത് നിങ്ങൾ എന്റെ വാക്കൊന്നു കേൾക്കൂ എന്നാണ്. ഇത് കേട്ടപ്പോ അടുത്ത ആയത്ത് ഖീല ദുഖുലിൽ ജന്ന, പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അപ്പൊ ഇത് പറഞ്ഞ ഉടനെ സ്വർഗത്തിൽ കടന്നു എന്നാണോ? അല്ല. അവിടെ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഈ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് നമ്മൾ ചേർത്ത് വെച്ചു കൊടുക്കണം. ആ ഷഹാദത്ത്, നിഷ്കരുണം വധിച്ചു കളഞ്ഞ സംഭവം, മഹാന്മാരാകുന്ന മുഫസ്സിരീങ്ങൾ അതിനെ പല രീതിയിൽ അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. മഹാനായ ഒരു മുഫസ്സിർ വിശദീകരിക്കുന്നത്, ഫലമ്മാ ഖാല ദാലിക ഇബ്നു അബ്ബാസ്, റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, അദ്ദേഹം ഈ ആയത്ത് ഓതി വെച്ചപ്പോ, ആ ജനസമക്ഷം ഇത് പറഞ്ഞപ്പോൾ, ഏത് ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ എന്ന് പറഞ്ഞ സമയം, ലമ്മാ ഖത്തലൂഹു ഇക്റാമൻ ലഹു ലിദുഖൂലിഹാ, അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ ആദരിച്ചതിന്റെ പേരിൽ, ബഹുമാനിച്ചതിന്റെ പേരിലാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞത്. ഈനയിദിൻ, ആ സന്ദർഭത്തിൽ തന്നെ, കസാഇരി ശുഹദാ, എല്ലാ ശുഹദാക്കളും സ്വർഗത്തിൽ അധിവസിക്കുന്നത് പോലെ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവും സ്വർഗത്തിൽ അധിവസിക്കുമെന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മറ്റു മുഫസ്സിരീങ്ങളും പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിനെ വഫബു അലൈഹി വസ്ബത റജുലിൻ വാഹിദിൻ ഫഖതലൂഹു, അവർ ഒരാൾ ചാടി പുറപ്പെടും പോലെ അവർ ഒരുമിച്ച് ചാടി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞ് അടിച്ചു വീണു എന്നാണ്. വലം യകുൻ ലഹു അഹദുൻ യംനഉ അൻഹു, അത് വേണ്ടെന്ന് പറയാൻ, അതിനെ തടയാൻ ഒരാളവിടെ ഉണ്ടായിരുന്നില്ല. സർവ്വജനങ്ങളും അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൂശിക്കാൻ, ആ മർദ്ദനം മുറകളിൽ ഏറ്റെടുക്കാൻ എല്ലാവരും പങ്കെടുത്തു എന്നുള്ളതാണ് വേദനാജനകമായ അവസ്ഥ. ആരും അതിനെ തടഞ്ഞില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അല്ലാഹു തആല ഇങ്ങനെ ഒരു ആയത്ത് ഓതി വെക്കുമ്പോൾ ഖീല ദുഖുലിൽ ജന്ന,
അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഷഹീദിന്റെ കൂലിയാണ്. നമ്മളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ ഖബറിൽ കൊണ്ടുവെക്കുമ്പോ നമ്മൾ ശേഷം ബർസഖിന്റെ ലോകത്ത് നമ്മൾ ആസ്വദിക്കാൻ പോകുന്ന സ്വർഗ നരകങ്ങളെ നമുക്ക് മുമ്പിൽ കാണിക്കുകയുള്ളൂ, നമ്മൾ അടുത്തറിയില്ല. ഒരു സ്വപ്നം പോലെ നമ്മളത് നമ്മുടെ ശരീരം കൊണ്ട് മനസ്സിലാക്കും. പക്ഷേ ശുഹദാക്കൾ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിക വചനങ്ങളുടെ തെളിവ് പ്രകാരം ശുഹദാക്കൾ മരിക്കുന്നില്ല. അവർ മരിച്ചെന്ന് കരുതാൻ പാടില്ല. അവരുടെ മരണശേഷം അവർ സ്വർഗങ്ങളെ അടുത്തറിഞ്ഞ് അതിന്റെ ആസ്വാദനങ്ങൾ, അതിന്റെ അനുഭൂതികൾ അടുത്തറിഞ്ഞ് പരലോകത്തവർ ജീവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ തെളിവാണ്. അതാണല്ലോ ഓതി വെക്കുന്നത്, ലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ആലി ഇംറാൻ. എന്താണ് അല്ലാഹു തആല അവിടെ പറഞ്ഞത്? ഖീല ദുഖുലിൽ ജന്ന എന്ന് പറഞ്ഞല്ലോ, അങ്ങ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് ഷഹീദായ സമയം നിഷ്കരണം അദ്ദേഹം വധിച്ചു കളഞ്ഞപ്പോൾ, ദീൻ പുലുക്കിയതിന്റെ പേരിൽ, ദീൻ സതുപദേശിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ ധീര രക്തസാക്ഷി വഹിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ അല്ലാഹു തആല അങ്ങനെ പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ, ആ പോയവരെ സംബന്ധിച്ച് നിങ്ങൾ കരുതരുത്. വലാ തഹ്സബന്ന, നിങ്ങൾ ചിന്തിച്ചു വെക്കരുത് അവരെ സംബന്ധിച്ച്. അംവാതൻ, അവർ മരിച്ചു പോയെന്ന് നിങ്ങൾ കരുതല്ലേ. പരിശുദ്ധ ഖുർആന പറയുന്നത്, ഹബീബുൻ നജ്ജാർ മരിച്ചു എന്ന് നിങ്ങൾ കരുതല്ലേ. ബൽ അഹ്യാഉൻ, ഹബീബുൻ നജ്ജാറിനെ പോലത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ധീര രക്തസാക്ഷികൾ ഇന്നും അല്ലാഹുവിന്റെ സവിധത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. യുർസഖൂൻ എന്നും കൂടിയാണ് അല്ലാഹു തആല പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നെന്ന് മാത്രമല്ല, യുർസഖൂൻ, അല്ലാഹു അവർക്ക് കൊടുക്കേണ്ട നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, പ്രതിഫലങ്ങൾ, ദീൻ പുലുകിയതിന്റെ, ദീനിന്റെ രക്തസാക്ഷിത്വം വഹിച്ചതിന്റെ, അവരുടെ ചോരപ്പുഴകൾ ഒഴുക്കിയതിന്റെ ഫലം അവർക്ക് അല്ലാഹു തആല നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനാണ്. അതാ അങ്ങനെ നമ്മൾ ആയത്ത് നമ്മൾ ചേർത്ത് മനസ്സിലാക്കി വെച്ച് നമ്മൾ അർത്ഥം വെക്കണം. ഖീല ദുഖുലിൽ ജന്ന, ഖീല ദുഖുലിൽ ജന്ന. ഷഹീദിന്റെ കൂലി നിസ്സാരമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള പറഞ്ഞിട്ടുണ്ട്, മാമിൻ നഫ്സിൻ തമൂതു ലഹാ ഇൻദല്ലാഹി ഖൈറുൻ യസുറുഹാ അൻ തർജിഅ ഇല ദുനിയ ഇല ഷഹീദ്. മരിച്ചു പോയിട്ട്, മരണപ്പെട്ടു പോയിട്ട് എന്നെ ഒന്നും കൂടി ജീവിപ്പിക്കുമോ, എന്നെ ഒന്നും കൂടി കൊല ചെയ്യട്ടെ, ഞാൻ ഒന്നും കൂടി ഷഹീദാകട്ടെ എന്ന് പറയുന്ന ഒരു വിഭാഗം അത് ശുഹദാക്കളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ അതിന്റെ ആ ഒരു ഗൗരവം വ്യക്തമാക്കി തരുന്ന മുത്തുനബിയുടെ വേറൊരു ഹദീസ്, ലവദിത്തു അന്നി ഉഖ്തലു സുമ്മ അഹ്യ. ഒരു ഷഹീദ്, ഒരു രക്തസാക്ഷി മരിച്ചു പോയാൽ ആഗ്രഹിച്ച ആ ഷഹീദ് എന്ന നിലയ്ക്ക് പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, അന്നി ഉഖ്തലു, എന്നെ കൊല്ലപ്പെടലിനെ, എന്നെ വധിക്കുന്നതിനെ, സുമ്മ അഹിയ, പിന്നെ ഒന്നും കൂടി ഒന്ന് ജീവിക്കാൻ, സുമ്മ ഉഖ്തലു, വീണ്ടും എന്നെ ഷഹീദ്, പിന്നെ വീണ്ടും ഞാൻ ഷഹീദാകാൻ ഞാൻ കൊതിക്കുന്നു, സുമ്മ അഹിയ, വീണ്ടും എനിക്കൊന്ന് ജീവിക്കണം, സുമ്മ ഉഖ്തലു, വീണ്ടും എന്നെ കൊല്ലപ്പെടണം, എന്നെ കൊല ചെയ്യണം, സുമ്മ അഹിയ, പിന്നെ വീണ്ടും എനിക്ക് ജീവിക്കണം, സുമ്മ ഉഖ്തലു, വീണ്ടും എന്നെ കൊല ചെയ്യണം. ഇങ്ങനെ നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഓരോ വട്ടം
ഓരോ വട്ടം അവൻ ഷഹീദായി മരണപ്പെടുമ്പോഴും ഓരോ ഷഹീദും അവന്റെ പാരത്രിക ലോകത്ത്, എവിടെ? സ്വർഗം അവർ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ മഹ്ശറാവൻസവ കഴിഞ്ഞിട്ടില്ല. മരിച്ച ഉടനെ തന്നെ അവർ അടുത്തറിഞ്ഞു തുടങ്ങി സ്വർഗത്തിന്റെ അനുഭൂതികളെ. അതടുത്തറിയുമ്പോ അവർ വീണ്ടും 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 എന്നെ ദുനിയാവിലേക്ക് മടക്കിയിട്ട് ഞാൻ ഷഹീദായിരുന്നെങ്കിൽ റബ്ബേ എന്നാഗ്രഹിച്ചു പോകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രകാരമാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന്. ഇനിയാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു വിശേഷണം കൂടിയാണ് ആ ആയത്തിന്റെ തൊട്ടുടനെ പറയുന്നത്. കാലയാ ലൈത ഖൗമി യഅലമൂൻ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തായി, അവരെ പോലെയുള്ള ശുഹദാക്കളുടെ ചാരത്തായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തണലിലായി നാളെ പരലോകത്തൊരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കറാമത്തുകളെ കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുത്ത് നടത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.